ഒരു സിനിമ കണ്ടു, ഹിന്ദി പടമാണ് ദുരന്തർ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു നടൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രോവേർട്ടിൻ്റെ എക്സ്ട്രീം വേർഷൻ ആയിട്ടുള്ളൊരു നടൻ്റെ സിനിമയാണ്. പറയുമ്പോൾ തന്നെ മനസ്സിലായല്ലോ ദുരന്തർ ആരുടെ പടമാണെന്നുള്ളത്. രൺവീറിൻ്റെ അല്ല, രൺവീർ കപൂറിലല്ല, രൺവീർ സിംഗ്. ഓ, സ്വല്പം ബീഫ് ബിരിയാണി കഴിച്ചതിൻ്റെ. രൺവീർ സിംഗിൻ്റെ എൻ്റെ മോനെ സ്പൈ യൂണിവേഴ്സിലുള്ള പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വേണം സിനിമ എടുക്കാനായിട്ട്. എൻ്റെ മോനെ വേണമെങ്കിൽ നിങ്ങൾ കട്ട് കളഞ്ഞേരെ. സ്പൈ യൂണിവേഴ്സിലെ പടം നിങ്ങൾ ഇങ്ങനെ വേണം എടുക്കാനായിട്ട്. കാരണം കുറേ വേറെ സിനിമകളുണ്ട് സ്പൈ ആയിട്ട് പോയി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങനെ. അത് ഒരു ഇപ്പം ഞാൻ പറയട്ടെ, വിജയുടെ ഒരു പടം ഉണ്ടായിരുന്നു പാകിസ്ഥാനിലേക്ക് പോയിട്ടുള്ള. അയ്യോ, എന്താ പടത്തിൻ്റെ പേര്, ഓർക്കാണ്ടിരിക്കണ ഭേദം. അപ്പം അങ്ങനെ ഉള്ള ഒരു മിലിറ്ററി ഓറിയൻറ്റഡ് മൂവി. എന്നാൽ അയാൾ പട്ടാളക്കാരനുമല്ല. അയാൾ എന്താണെന്നുള്ളത് നിങ്ങൾ പടം കാണാനുള്ളുണ്ട്. പാട്ട് വൈസ് ആണെങ്കിലും പാട്ടാണെങ്കിലും അതിൻ്റെ ബീജിംസ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ആണെങ്കിലും പടം ത്രൂ ഔട്ട് നല്ല രസമാണ്. നല്ല ജില്ലിന്ന് പടം എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഓരോ സീൻ ബൈ സീൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് നല്ല അടുത്തിട്ട് ഉറപ്പിച്ച് പോയേക്കണം പടം. നമ്മുടെ ഉറിയുടെ ഡയറക്ടറിൻ്റെ പടം. അപ്പോൾ അത്രയും എസ്റ്റാബ്ലിഷ് ചെയ്ത് പോകുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 5 മണിക്കൂർ ഇയാൾ കഥ പറയാനുണ്ടായിരുന്നു. പക്ഷേ 2.5 മണിക്കൂർ വെച്ചിട്ട് 3.5 മണിക്കൂർ വെച്ചിട്ട് ഒരു പടം തീർന്നുണ്ട്. ഇനി ഇതിൻ്റെ 2ാം ഭാഗം വരുന്നുണ്ട്, റിവെഞ്ച് എന്നും പറഞ്ഞുകൊണ്ട് 2026 മാർച്ച് മാസത്തിലാണ്. അപ്പോൾ അതും കൂടി കണ്ടു കഴിയുമ്പോൾ എൻ്റെ ഒരു 2000 മുതൽ അല്ലെങ്കിൽ ഒരു 96 കാലഘട്ടം മുതൽ ഈ 2025 കാലഘട്ടം വരെയുള്ള ഒരു സിനിമ, ഒരു ഇന്ത്യയുടെ ഒരു സ്പൈ യൂണിവേഴ്സ് എങ്ങനെയായിരുന്നു എന്നുള്ളൊരു ഓവറോൾ ഒരു സാധനം കിട്ടും. എന്ന് വെച്ചാൽ മൊത്തം പറയുന്നതല്ല കേട്ടാ, ഒരു എലമെൻ്റ്, ഒരു ബേസ് സാധനങ്ങൾ കിട്ടും. അപ്പം നല്ല സിനിമയാണ് ഈ പടം. പക്ഷെ തിയേറ്ററിൽ ഓടിക്കാനുള്ള എന്താണെന്നറിയാമോ, നല്ല സിനിമകളൊന്നും ഓടിക്കില്ല. എന്നിട്ട് കണ്ട മാട്ട സിനിമകളൊക്കെ കിടന്ന് തിയേറ്ററിൽ കിടന്ന് ഓടും. ഇത് എന്തടെ ഇങ്ങനെ കാണിക്കണേ? ഈ FK അല്ലേ തിയേറ്റർ അസോസിയേഷൻ്റെ, FK എന്ന് തോന്നുന്നു അല്ലേ, തിയേറ്റർ അസോസിയേഷൻകാരേതാ ടീം? അവന്മാരെന്താ ഇങ്ങനെ നല്ല സിനിമകളൊന്നും ഓടിക്കാണ്ട് നല്ല പടങ്ങൾ ഓടണ്ട്, ആൾക്കാർ കാണേണ്ട പടങ്ങൾക്ക് പ്രൊമോഷനും ഇല്ല, ആൾക്കാർ കാണുന്നുമില്ല. എന്നിട്ട് കണ്ട മാട്ട സിനിമകൾ കുറേ എണ്ണങ്ങൾ കിടന്ന് ഓടി, എന്നിട്ട് തിയേറ്റർ കളക്ഷനും ഇല്ല, അതുമില്ല ഇതുമില്ല പറഞ്ഞിട്ട് പൊട്ടി തവിടിയായിട്ട് ആകെ നാശകോശമായിട്ട് മലയാള സിനിമയും അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയും മൊത്തം കുറ്റം പറഞ്ഞിരിക്കും. നല്ല സിനിമ ഓടിക്കുകയല്ല. എനിക്ക് തോന്നുന്നു ഒരു 5 വർഷങ്ങൾക്ക് ശേഷം ഹിന്ദി പടം ഒരെണ്ണം ഓടിയേക്കനാണ്. മീൻസ് നല്ല പടം വന്ന് ഒരെണ്ണം നല്ല രീതിയിൽ ഓടിയേക്കനാണ്. കണ്ട ബോംബ് പടങ്ങളല്ല കേട്ടോ ഉദ്ദേശിച്ചതിനിടെ കൂടി അതൊക്കെ ഓടിയുണ്ട്. 1000 കോടിയൊക്കെ അടിച്ചിട്ടുണ്ട്, ജവാന് അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട്. അതല്ലാണ്ട് ഒരു സിനിമ ഓടി വന്നേക്കണം, നല്ല പടം ഓടി വന്നേക്കണാണ്. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് 150 എടുത്ത് ടിക്കറ്റ് എടുത്ത സിനിമ ആണ്. ബൈ.